ഹായ് ഹലോ. അപ്പൊ കാലത്ത് തന്നെ ഇരുട്ടത്ത് പോയിട്ട് ഞാൻ കൊടുങ്ങല്ലൂരോട്ട് പോയിന്. കൊടുങ്ങല്ലൂർ പോണ വേറെ ഒന്നുമല്ല, ഇന്നൊരു വൺ ഡേ ടൂർ ഉണ്ട് ലെൻസ്ഫെഡിന്ന്. അപ്പൊ അതിനെ എന്നെ ആക്കാൻ വേണ്ടിയിട്ട് അനുശേട്ടൻ വരികയാണ്. അപ്പൊ കൊടുങ്ങല്ലൂരോട്ട് പോയിട്ട് മുനിസിപ്പാലിറ്റിയുടെ അവിടെ പോയിട്ട് ഇറങ്ങി നിൽക്കണം. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേ വണ്ടിയൊക്കെ വന്നെടുപ്പുണ്ട്, പക്ഷെ ഒരാളും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ പേരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ യാത്രയൊക്കെ ആരംഭിച്ചു. നടക്കുന്ന വിനോദയാത്രയാണ്. നീമ്പല്ലം അറ്റ് പാലക്കാട് എന്ന ബോർഡ് വെച്ച ഒരു വാഹനത്തിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അല്പം വൈകിയാണ് യാത്ര ആരംഭിച്ചെങ്കിലും രാത്രി വളരെ വൈകി തന്നെയായിരിക്കും നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ടൂർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനെയും പ്രോഗ്രാം കമ്മിറ്റി മോണിറ്ററിംഗ് ചെയർമാനെയും ഈ ബസിന്റെ മുൻഭാഗത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സന്തോഷമുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയത്. കേൾക്കാറില്ല? ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മളെ യൂണിറ്റിയും കെട്ടിടൊപ്പം വിനോദത്തിനൊക്കെ ഏരിയ സംഘടിപ്പിക്കുന്ന ഈ വിനോദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാനും നമ്മളെ ഭാഗത്ത് നിന്നിട്ട് സഹകരണം ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം നിർത്തുന്നു. നന്ദി. പല പരിപാടികളും, ഓണാഘോഷവും അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ, അത്തരത്തിലുള്ള പരിപാടികൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സംഘടനയിൽ നമ്മളെല്ലാവരുടെയും കെട്ടുറപ്പ് കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു യാത്ര നമുക്ക് ഇപ്പൊ മുതൽ തിരിച്ചു വന്ന് എത്തുന്നത് വരെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ ദിവസം നമ്മളിൽ എല്ലാവരിലും മുൻകാലങ്ങളിലെ പോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ മാങ്കുളത്തൊക്കെ പോയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസവും നമുക്ക് എല്ലാവരിലും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു യാത്ര നേരുന്നു. പിന്നെ ഈ ഒരു യാത്രയുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ള 3 വേദിക യൂണിറ്റിനും അതുപോലെ തന്നെ ഇതിന്റെ മോണിറ്ററിംഗ് ചെയർമാനായിട്ടുള്ള ഷാജഹാൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി അവர்களுക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷനും എല്ലാവർക്കും ഒരു വെൽക്കം ഒക്കെ കൊടുക്കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രയൊക്കെ ആരംഭിച്ച് നമ്മുടെ ലെൻസ്ഫെഡിൽ തന്നെ ഉള്ള ഭാവഗായകരൊക്കെ ഒരുപാട് പേരുണ്ട്. നമുക്ക് പുറത്തൊന്നും പാട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് പാട്ടുകാരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വണ്ടറകത്ത് തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ പാടി നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആള് കുറവായിരുന്നു. കാരണങ്ങളൊക്കെ വരാൻ പറ്റാണ്ടൊക്കെ കുറച്ച് ആള് കുറവായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും നല്ല അടിപൊളി വണ്ടി ടൂറായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു റിവ്യൂ ഒക്കെ വേണ്ടേ. അപ്പം എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ലെൻസ്ഫെഡിന്ന് ഇങ്ങനെ വൺ ഡേ ടൂർ പോകുന്നുണ്ട് എന്നുള്ളൊരു ഇത് വന്ന് സന്തോഷമായി വേഗം ഇറങ്ങി തിരിച്ച്. അപ്പൊ എല്ലാവരും ഓരോ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മ പാലക്കാട് വല്ലം എന്നും പറഞ്ഞിട്ട് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുതിരാഞ്ചുരത്തിനുള്ളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്തെ കൂടിയൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് വടക്കാഞ്ചേരി എത്തിക്കഴിഞ്ഞപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് നമുക്ക് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി വയ്ക്കണം. വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂ കറിയുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും. ചായയുടെ നേരം എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടണില്ല. കഴിച്ചു നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണാവോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ.
ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം, എല്ലാവരായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണം. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയത്താണ് നമ്മളുടെ വിശേഷങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ടൊക്കെ വന്നിരിക്കണം. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ആ ബസ്സിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ എനർജിയൊക്കെ അയക്കണം എല്ലാവരും. ഇനിയിപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻസൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ആ വാട്ടർഫോൾസിന്റെ അരികത്ത് എത്തിയിട്ടുണ്ട്. അപ്പം എൻട്രിയുടെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചതാണ്, വെള്ളം ഉണ്ടാ, നമുക്ക് പോയിട്ട് കാര്യം ഉണ്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഒന്ന് ചോദിച്ച്, അപ്പൊ ഫ്രീ വൈഫൈയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വൈഫൈ ഓൺ ആക്കി ഇട്ടിട്ട് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ നടന്ന സത്യം അറിയണത്, പുഴയിൽ വെള്ളമില്ല. നമ്മ വെള്ളച്ചാട്ടത്തിൽ വാട്ടർഫോൾസിൽ അടിച്ച് തിമിർക്കാന്നൊക്കെ ഓർത്ത് വന്നതായിരുന്നു. അപ്പം അവിടുന്ന് പറഞ്ഞ് 2 മണിക്കൂർ കൂടുമ്പം വെള്ളം തുറന്നു വിടുന്നുണ്ട്. ആ ഒരു ടൈമിൽ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം ധൈര്യമായിട്ട് നടന്നോ. നമ്മ വെള്ളം തുറന്നു വിടുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ അവിടെ എത്തണത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു മണിക്കൂർ 1.5 മണിക്കൂർ വെള്ളം തുറന്നു വിടും. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് നടക്കേണ്ട. കുറച്ചധികം ദൂരമുണ്ട് നടന്ന് പോകാനായിട്ട്. വൈദ്യുതി പദ്ധതിയുടെ ഓഫീസ് എത്തണ വരെ ഒരു നീണ്ട ഒരു കുന്നൊക്കെ കയറിയിട്ട് വേണം നമ്മൾക്ക് ഈ വാട്ടർഫോൾസിന്റെ അരിത്തോട്ടൊക്കെ എത്താനായിട്ട്. അപ്പൊ നമ്മളൊക്കെ നടക്കാണ്. എനിക്ക് മറ്റേ മലയാറ്റൂർ മലയിൽ കുരിശും ആ മരയിൽ കയറുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ ഇപ്പൊ കേൾക്കാം നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ കൊച്ച കേൾക്കണ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മ ഇങ്ങനെ മുന്നോട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. നമ്മൾക്ക് അവിടെ വെള്ളം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കണ്. ഒരു നവംബർ, ഡിസംബർ, സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലൊക്കെ വന്നിട്ടേ കാര്യമുള്ളൂ ഇവിടെ. അപ്പോഴേ നല്ല അടിപൊളി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വാച്ചർമാര് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു പേടിച്ചിട്ടൊക്കെയാണ് പോണം. അപ്പൊ ഈ സൈഡിൽ കൂടി ഒരു മരവും കൊണ്ട് പാലം പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വഴി കയറാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വാച്ചർ വന്ന് കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് അത് പൊളിച്ചിട്ടേക്കണ കാരണം കുറച്ച് ഡേഞ്ചറാണ് ആ പാലത്തിന്മേൽ കൂടി കയറി പോണത്. കുറച്ചു പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാല് നനയാണ്ടിരിക്കാൻ, ഷൂ നനയാണ്ടിരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ പാലത്തിന്റെ മുകളിൽ കൂടിയാണ് കയറിയത്. ഞങ്ങൾ ഈ പുഴ വെള്ളത്തിൽ കൂടിയാണ് ട്ടാ ഇറങ്ങിയത്. അപ്പൊ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോണ വഴി കൂടി. അപ്പൊ ആ പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും കൂടി വേഗം പോവാണ്. വെള്ളം ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായ വെള്ളം ഏകദേശം അവിടെ ഉണ്ടാവുന്നു.
അങ്ങനെ നമ്മൾ പോയിട്ടോ. കഴിഞ്ഞ കൊല്ലം മാങ്കുളത്ത് പോയി കഴിഞ്ഞപ്പോൾ മാങ്കുളത്ത് തൊട്ടരികെ തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന ദൂരം വരെ തിരിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ ആ സ്വിമ്മിംഗ് പൂളും സ്വിമ്മിംഗ് പൂളും ചെറിയൊരു ചായയും സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാനിപ്പോൾ ആദ്യം കാണിച്ചില്ലേ, അവിടെയും വരെ തിരിച്ച് നടന്നാലേ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആണുങ്ങൾ മെയിനായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തോട്ടും ഞങ്ങൾ വേറൊരു സെക്ഷനിലോട്ടും മാറി ഞങ്ങൾ ഇരിക്കണം. നമ്മൾക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല, ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മൾ വെറുതെ കാലൊക്കെ ഒന്ന് നനച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വെള്ളവും ഇല്ല, വെള്ളച്ചാട്ടവും ഇല്ല. 1.5 മണിക്കൂറത്തൊക്കെ നേരത്തൊക്കെ വെള്ളം തുറന്നിട്ടൊക്കെ ടൈമിലാണ് നമ്മൾ ചെല്ലണം. അതുകൊണ്ട് ഇത്തിരി വെള്ളമുണ്ട്. ആ വെള്ളം തുറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്ന വെള്ളവും കൂടി ഉണ്ടാവൂല. അപ്പോൾ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം വെള്ളം നിർത്തി കഴിയുമ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ അങ്ങോട്ട് നിൽക്കും. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവൂല. അപ്പൊ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ചാടി ചാടി നമ്മുടെയൊക്കെ ചുറ്റുമുകളിലൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. കുരങ്ങന്റെ ഫാമിലി എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പൊ വെള്ളം അവിടുന്ന് വിടല് നിർത്തി കഴിഞ്ഞപ്പം നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ നിന്ന് വെള്ളത്തിനൊക്കെ ഇപ്പൊ ഒരു അനക്കം പോലുമില്ല. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ടൊരു കാര്യവുമില്ല. നമ്മൾക്ക് അപ്പൊ മലമ്പുഴയിലോട്ട് പോവാന്നുള്ളൊരു തീരുമാനത്തില് നമ്മളെല്ലാവരും അവിടെ നിന്ന് മൂവ് ആവുകയാണ്. ഇനിയിപ്പോ നമ്മൾക്ക് ആദ്യം വന്നപ്പോ കണ്ടു കഴിഞ്ഞാൽ ആ ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് കയറിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കണ ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് എല്ലാവരും കൂടി സമാധാനമായിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മാറിയിട്ടൊക്കെ പോകാൻ തീരുമാനിച്ചിട്ട് നമ്മൾ താഴെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിങ് പൂളിലോട്ട് ഇറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കണ ഫുഡ് എടുത്തിട്ട് എല്ലാവരും കൂടി കഴിക്കാണ്. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മലമ്പുഴയിലോട്ട് പോകാൻ പോണത്. അപ്പൊ കഴിഞ്ഞ കൊല്ലം പോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ വഴിക്കും പോയിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, ബിരിയാണി. എല്ലാവരും ഇത് വിളിച്ചേക്കണമെന്ന്. അപ്പൊ ഇപ്പഴും കുട്ടികളെ മാറാതെ നമ്മുടെ മണിക്കുട്ടി സാർ ബോളൊക്കെ തട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ബോളൊക്കെ തട്ടിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മ മലമ്പുഴ ഗാർഡനിലെത്തി. ഇനിയിപ്പോ ഇവിടെ നടന്ന ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അന്വേഷിക്കണം. അപ്പൊ നമ്മൾ ഉള്ളോട്ട് കയറാൻ പോയേട്ടാ. കുരിഞ്ഞ വെയിലുണ്ട്, അയ്യോ പണ്ടാരങ്ങി വെയിലുണ്ട്. അപ്പൊ എന്തായാലും നനഞ്ഞ് ഇനിയിപ്പോ എല്ലാരും കുളിച്ചേറാന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തായാലും വെയിലിനെ വിളിച്ച് നമുക്ക് നടക്കാം, അവിടെയൊക്കെ കാണാന്ന് ഓർത്തിട്ട് ഇറങ്ങി. അപ്പൊ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് സത്യത്തിൽ വലിയൊരു റിലീഫാണ്. ഇങ്ങനെയൊക്കെ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലെൻസ് വേർഡ് ഇങ്ങനെ ഒരു 1 ഡേ ടൂറൊക്കെ ഒരുക്കി തരുമ്പോൾ ശരിക്കും ഒരു റിലീഫാണ്. നമ്മൾക്ക് ഇതൊക്കെയാണ് ഒരു എൻജോയ്മെന്റ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മലമ്പുഴ ഗാർഡനിലോട്ട് കയറിയാണ്. ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല, നമ്മുടെ തൊട്ടരികത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത്. പക്ഷെ ഞാനിവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം വന്ന് കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു അമ്മാമ്മ ഇവിടെ ഇരിപ്പുണ്ടേ കൈ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി മാറി ഇരുന്ന് കൈ നോട്ടമൊക്കെ നോക്കി കുറെ പൈസയൊക്കെ കിട്ടിയ അമ്മാമ്മക്ക്. അപ്പൊ അമ്മാമ്മയുടെ സാധാരണ വൈകുന്നേരം വരെ ഇരിക്കുന്ന അമ്മാമ്മ നേരത്തെ പോയി. ഞങ്ങളുടെ ഒട്ടുമിക്ക പേരുടെയും കൈ നോക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മാമ്മക്ക് നല്ല കാശൊക്കെ കിട്ടി. അങ്ങനെ അമ്മാമ്മ കടയിൽ വന്നേക്കാണ്. അവന്മാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെന്നില്ലെന്നുണ്ടെങ്കിൽ വീട് പൊളിച്ച് മറിച്ച് വെക്കും. അപ്പൊ അവർക്ക് പറ്റിയ എന്തെങ്കിലും വാങ്ങിക്കാന്ന് ഓർത്ത് ചെന്നിട്ട് മിക്കതും പെൺകൊച്ചുങ്ങൾക്ക് പറ്റിയ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് അതിന്റെ ഇടയിൽ നിന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് 2 തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ അത് വെച്ചിട്ട് എന്നെ തന്നെ വെടിവെക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നണം. എന്തായാലും 2 തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഗാർഡനിലോട്ട് കിടക്കിന് കാണാൻ വേണ്ടിയിട്ട്.
ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകൾ ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തൊക്കെ കിട്ടേക്കണോണ്ട് കഴിഞ്ഞിട്ട് സത്യം എനിക്ക് വണ്ടറടിച്ച പോലെ ആയിരുന്നിട്ടാ. നമ്മൾക്ക് മറ്റേ ദുബായിലെ മിറാക്കിൾ ഗാർഡനിൽ ചെന്നൊരു എഫക്റ്റ് ആയിരുന്നു എനിക്ക് മലമ്പുഴ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു ബട്ടർഫ്ലൈ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ചെടികളൊക്കെ ഉണ്ട്. ദൈവമേ, ഒരു ലോറി കൊണ്ടുവന്ന് വെച്ചെങ്കിൽ ഓരോ പീസ് എടുത്ത് അതിനകത്ത് കയറ്റി വെച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുക. ഓരോ വെറൈറ്റി ഫോട്ടോസ് ഇത് മുഴുവൻ കണ്ടെങ്ങനെ തീർക്കുമെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുമ്പോൾ അതിലും ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ ഇപ്പുറത്തുണ്ട്. ഇപ്പുറത്തെ കാഴ്ച കാണുമ്പോൾ അപ്പുറത്തെ കാഴ്ചയാണ് അതിലും ഭംഗിയായിട്ട്. അത്രയും ഭംഗിയാണ്. ഇത്രയും സ്ഥലവും അത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ നമ്മുടെ തൊട്ടരിയത്ത് ഇത്ര അരിയത്ത് നമ്മുടെ സ്ഥലത്ത് ഉണ്ടെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ. ഏത് നേരം ഓഫീസ് വീട് ഓഫീസ് വീട് ഓഫീസ് വീട് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം കുറേ നാളായിട്ട്. ഇപ്പൊ ഒന്ന് ബ്രേക്കായിട്ട് ഇങ്ങനെ നിൽക്കണായിരുന്നോണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. ശരിയാണ്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മ ആസ്വദിക്കണം ശരിക്കണം. അല്ലാതെ എപ്പോഴും ജോലി വീട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കൂടെ വേണ്ട 26 വർഷം സ്ഥാപക ദിനമായിരുന്ന ജനുവരി 23 നാം ഇവിടെ ഒരു വലിയൊരു സംരംഭത്തോടുകൂടി നമ്മൾ ഇത് ചെയ്യാണ്, ആഘോഷിക്കുന്നു. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള ഏരിയ പ്രസിഡന്റ് സുദീപ് സാറിനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ്വേർഡ് സ്ഥാപക ദിനമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ആഘോഷിക്കാനായിട്ടൊക്കെ ഒന്നും നമ്മളിത് ഈ ഒരു വൺ ഡേ ടൂർ പോകണമെന്ന് കേക്ക് ഒക്കെ വാങ്ങിച്ച എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാന്ന് ഓർത്തിട്ടായിരുന്നു തീരുമാനം. അപ്പോൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നീങ്ങിയൊക്കെയാണ്. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ പറഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കേണ്ടാവും. ഇനിയിപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി കാണാനായിട്ട്. പകുതിയെ കണ്ടു തീർന്നിട്ടുള്ളൂ. ഇനിയും കിടപ്പുണ്ട് കാണാനായിട്ട് കാഴ്ചകൾ. ഇനിയും ഉണ്ട് നടക്കാനായിട്ട് ഒരുപാട്. കുറെ നാളത്തെ നടന്ന കാരണം അണച്ചിട്ടും പാടില്ല. ഇതൊക്കെ ഒന്നും കണ്ടു തീർക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ നടക്കേണ്ട. അപ്പോൾ ഒരുപാട് സ്കൂൾ പിള്ളേർ കുറേ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ നടന്നിങ്ങനെ കാണണം. അപ്പോൾ നമ്മളും ഇങ്ങനെ നടക്കേണ്ട. അപ്പൊ ഡാമിന്റെ ഷട്ടറാണിത്. ഞാൻ സാധാരണ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ. മഴ സമയത്ത് ഷട്ടർ വെക്കുമ്പോൾ വെള്ളം വഞ്ഞത് ഞാനത് ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഷട്ടറിന് തൊട്ട് മുന്നിലുള്ള തൂക്കുപാലത്തിനെ കൂടി കയറിയിട്ട് നമ്മളിങ്ങനെ നടന്നു വരേണ്ട. ഹാട്ടിപ്പുള്ളി വൈബാണ് ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കണത്. ഇത് ഒരു തൂക്കുപാലം, ഇത് പുതിയതാണ്. അപ്പുറത്ത് വേറൊരു തൂക്കുപാലം ഉണ്ട്. പഴയ തൂക്കുപാലം അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ച്. പക്ഷെ 7 പേര് കയറുന്ന ബോട്ട് അത്ര സുഖമല്ല. വെറുതെ കടത്ത് വഞ്ചി പോണ പോലെ ഇരുന്ന അവസ്ഥയായിരുന്നു. സ്പീഡ് ബോട്ടിലൊക്കെ പോകണമെന്നാൽ നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ വേണ്ടി. ഇപ്പോൾ കടത്തടവിൽ ബോട്ട് പോകണോ ഒരു എഫക്റ്റായിരുന്നു. ഇതിലും ഭേദം നമ്മുടെ നാട്ടിലുള്ള ആ ബോട്ടിന് 10 രൂപക്ക് അപ്പുറം പോയി വരുന്നതായിരുന്നു എന്ന് ആലോചിച്ചു പോയി. എന്തായാലും കയറിപ്പോയി. അപ്പോൾ ആ ട്രിപ്പൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് പോരാന്ന്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വേറെ സ്പീഡ് ബോട്ടിന് വരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
അങ്ങനെ നമ്മ കുറെയൊക്കെ നടന്ന് യക്ഷിനെയൊക്കെ കണ്ട് നമ്മൾ ഡാമിന്റെ സൈഡിൽ കൂടെയുള്ള ആ കുഞ്ഞ് സ്റ്റെയർ വഴി കയറി ഡാമിന്റെ ടോപ്പ് വ്യൂവിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമ്മൾക്ക് ആ മോളിൽ കൂടി പോണ റോട്ടിലേക്ക് കയറാന്ന് ഓർത്തിട്ടാണ് നിൽക്കണത്. പക്ഷെ ടൈം ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെ മുഴുവൻ നടന്ന് കണ്ട് വന്നു കഴിഞ്ഞപ്പം ഇരുട്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ അതിനകത്ത് കയറാൻ ടൈം കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അവിടേക്ക് ഇനി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഒന്നും കയറാൻ പറ്റില്ല. ഇരുട്ടായി, 7 മണിയൊക്കെ ആണ്. അപ്പോഴേക്കും നമ്മൾ വേഗം തിരിച്ച് വണ്ടി കയറി നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു. ഇനിയിപ്പോൾ ഒരുപാട് യാത്ര ഉണ്ട്, ടൈം ലേറ്റ് ആവുമോന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മുടെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് പോരെയാണ്. ഇപ്പോൾ ബസ്സിൽ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത്തിരി നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പിരിയും. 11 മണിയൊക്കെ ആവണം. അപ്പം നമ്മളെല്ലാവരും ഡാൻസ് കളിച്ചൊക്കെ തിമിർക്കുകയാണ്. അപ്പം നമ്മുടെ ഷിമി സാറിൻ്റെ വൈഫിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ഫെബ്രുവരി 14. അപ്പം സാറിൻ്റെ വക നമ്മൾക്ക് ട്രീറ്റൊക്കെ ഇരുന്ന് തിരിച്ചു പോണ വഴി നമ്മൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തന്ന് ഒരു വലിയൊരു ട്രീറ്റൊക്കെ നമുക്ക് തന്ന്. അപ്പം സാറിനും വൈഫിനും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ച് ബസ്സിൽ വെച്ചിട്ടുണ്ട്. സാറിന് അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് അതിനിടയിൽ കൂടി കൊടുക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ മേടിച്ചിട്ട് എല്ലാവരും കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലൊക്കെ കയറി വീണ്ടും ഡാൻസൊക്കെ തുടങ്ങി. അതിനിടയിൽ കേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് ഷിമി സാറിനും വൈഫിനൊക്കെ കൊടുത്ത് കട്ട് ചെയ്ത് മുറിച്ച്. അപ്പോൾ ഒട്ടും അവരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അവർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കണത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും മുനിസിപ്പാലിറ്റിയിൽ തിരിച്ചവിടെ തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഓരോ പേരൊക്കെ ആയിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളൊക്കെ അനീഷേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ ടൂറിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.